നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ട ആം ആദ്മി പാർട്ടി. സിറിയ പിടിച്ചെടുത്ത വിമതർ, ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് ഇന്ത്യൻ എംബസി വൃത്തങ്ങൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയിൽ. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മന്ത്രി ചർച്ച നടത്തും. വിഴിഞ്ഞം നിർമ്മാണത്തിനായി 1 രൂപ പോലും കേന്ദ്രം മുടക്കിയിട്ടില്ലെന്ന് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ദില്ലിയിൽ 40-ലധികം സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. സന്ദേശമെത്തിയത് ഇമെയിൽ വഴി. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ട ആം ആദ്മി പാർട്ടി. മനീഷ് സിസോദിയ അടക്കമുള്ളവരുടെ പേരാണ് രണ്ടാമത്തെ പട്ടികയിലുള്ളത്. നേരത്തെ 11 പേരുടെ പട്ടിക AAP പുറത്തുവിട്ടിരുന്നു. ജൻപുരയിൽ നിന്നാണ് സിസോദിയ മത്സരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും ചില നിയമസഭാ അംഗങ്ങൾക്കെതിരായ പൊതുരോക്ഷവും കണക്കിലെടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1/3 സീറ്റുകളിലും പുതുമുഖങ്ങളെ പരീക്ഷിക്കുവാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഗ്രൗണ്ട് സർവേകളുടെ അടിസ്ഥാനത്തിലാണ് അഴിച്ചുപണി. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ നിന്ന് 3 സിറ്റിംഗ് നിയമസഭാ അംഗങ്ങളെ ഒഴിവാക്കിയിരുന്നു. സമീപകാലത്ത് കോൺഗ്രസ്, BJP പാർട്ടികളിൽ നിന്നും AAPയിലെത്തിയ 6 നേതാക്കന്മാർ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചു. മുൻ കോൺഗ്രസ് നേതാക്കളായ ചൗധരി സുബൈർ അഹമ്മദ്, വീർ ദിങ്കൽ, സുമേഷ് ഷോക്കീൻ എന്നിവരും മുൻ BJP നേതാക്കളായ ബ്രഹ്മസിംഗ് തൻവാർ, അനിൽ ജ, BB ത്യാഗി എന്നിവരുമാണ് ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചത്. മദ്യനയ അഴിമതിയിലെ CBI, ED അന്വേഷണങ്ങൾ, ജയിൽവാസം തുടങ്ങിയവ ഉണ്ടായെങ്കിലും 65% ജനങ്ങൾക്കും അരവിന്ദ് കെജ്രിവാൾ ജനസമ്മതനാണെന്നാണ് AAPയുടെ സർവേ ഫലം. സംസ്ഥാനത്തെ 99% ജനങ്ങളും തങ്ങളുടെ ക്ഷേമ പദ്ധതികളായ സൗജന്യ വൈദ്യുതി, ജല സബ്സിഡി, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നിവയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും AAP അവകാശപ്പെടുന്നു. കൂടാതെ അധോലോക കുടിപ്പകയും വെടിവെപ്പുകളും സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയാകുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശബ്ദമുയർത്തുമെന്നും പാർട്ടി വ്യക്തമാക്കി. നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 15 അവസാനിക്കുമെന്നതിനാൽ 70 മണ്ഡലങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. 2020 നടത്തിയ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ 62ലും AAPക്കായിരുന്നു വിജയം. വൻ വിജയം നേടി പാർട്ടി 3ാം തവണയും കേജ്രിവാളിനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു. വിമതർ ഭരണം പിടിച്ചെടുത്ത സിറിയയിൽ ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് എംബസി വൃത്തങ്ങൾ. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം തുടരുകയാണെന്നും എല്ലാ ഇന്ത്യൻ പൗരന്മാരും ബന്ധപ്പെടുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. സിറിയയിൽ ഞായറാഴ്ചയാണ് 2 പതിറ്റാണ്ടായി ഭരിക്കുന്ന ബഷാർ അൽ അസദ് സർക്കാരിനെ വീഴ്ത്തി വിമതർ ഭരണം പിടിച്ചെടുത്തത്. സിറിയയിൽ വിമത നീക്കം രൂക്ഷമായപ്പോൾ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യക്കാർ എത്രയും വേഗം സിറിയ വിടണമെന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുമായിരുന്നു മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ലഭ്യമാകുന്ന വിമാനങ്ങളിൽ ഇന്ത്യക്കാർ എത്രയും വേഗം തിരികെ എത്തണം. അതിനെ കഴിയാത്തവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. സിറിയയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ് വെള്ളിയാഴ്ച ഇന്ത്യ പറഞ്ഞത്. വിമതർ ഭരണം പിടിച്ചതിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വിവിധ UN സംഘടനകളിൽ ജോലി ചെയ്യുന്ന 14 പേർ ഉൾപ്പെടെ 90 ഇന്ത്യൻ പൗരന്മാരാണ് സിറിയയിലുള്ളത്. റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ള സിറിയൻ സർക്കാരിനെ താഴെയിറക്കാൻ ലക്ഷ്യമിട്ട് തുർക്കിയുടെ പിന്തുണയോടെയാണ് വിമതർ പോരാട്ടം നടത്തിയത്. നവംബർ 27 മുതൽ ഇതുവരെ 4 ലക്ഷത്തോളം പേരാണ് സിറിയയിൽ നിന്ന് പലായനം ചെയ്തത്. 24 വർഷത്തെ അസദ് ഭരണത്തിനാണ് ഞായറാഴ്ച അന്ത്യമായത്. ഏകദേശം 3 പതിറ്റാണ്ടോളം സിറിയ ഭരിച്ച പിതാവ് ഹഫീസ് അൽ അസദിന്റെ പിൻഗാമിയായി 2000-ലാണ് ബഷാർ അൽ അസദ് അധികാരത്തിൽ വന്നത്. ബഷാർ അൽ അസദ് രാജ്യം വിട്ടെന്ന് റഷ്യ സ്ഥിരീകരിച്ചു. വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെ സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് ശേഷമാണ് അസദ് രാജ്യം വിട്ടതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ഉലച്ചിലുണ്ടായതിനു പിന്നാലെയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ധാക്കയിലെത്തിയത്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരുമായി ചർച്ച നടത്തും. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി ആശങ്ക അറിയിക്കും. ബംഗ്ലാദേശിലെത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ജയിലിൽ കഴിയുന്ന സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ വിചാരണ നീതിപൂർവമായി നടത്തണമെന്ന് ആവശ്യപ്പെടും.
ബംഗ്ലാദേശിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെക്കുകയും മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ കാവൽ സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതിനു ശേഷം ധാക്ക സന്ദർശിക്കുന്ന മുതിർന്ന ഇന്ത്യൻ പ്രതിനിധിയാണ് വിക്രം മിസ്രി. ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയുമായി അദ്ദേഹം ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അതിനിടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഡിസംബർ 6 ധാക്കയിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് തീയിട്ടു. വടക്കൻ ധാക്കയിലെ ദോർ ഗ്രാമത്തിലെ മഹാഭാഗ്യ ലക്ഷ്മി നാരായണ മന്ദിറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്നാരോപിച്ച് കഴിഞ്ഞ ഒക്ടോബർ 30 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. അതിനിടെ ഇസ്കോണിന്റെ പ്രവർത്തനം നിരോധിക്കണമെന്ന ആവശ്യം ധാക്ക ഹൈക്കോടതി അംഗീകരിച്ചില്ല. നേരത്തെ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഇന്ത്യയിലേക്ക് തിരിച്ച 54 ഇസ്കോൺ സന്യാസിമാരെ തടഞ്ഞതായി പരാതിയുണ്ട്. മതിയായ യാത്രാരേഖകളുണ്ടായിട്ടും സന്യാസിമാരെ അതിർത്തി കടക്കാൻ അനുവദിച്ചില്ല. അതിർത്തിയിൽ വെച്ച് സന്യാസിമാരെ തടഞ്ഞ അധികൃതർ മണിക്കൂറുകളോളം കാത്തിരിപ്പിന് ശേഷം ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി നൽകാനാവില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ചയിൽ ഇന്ത്യ ഉന്നയിക്കും. ദില്ലിയിലെ 40 സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി. RK പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂൾ, പശ്ചിമ ബിഹാറിലെ GD ഗോയങ്ക സ്കൂൾ എന്നിവയുൾപ്പെടെയുള്ള സ്കൂളുകൾക്കാണ് ബോംബ് ഭീഷണി. ഇന്ന് പുലർച്ചെ ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോംബുകൾ വെച്ചിട്ടുള്ളതായി ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. ദില്ലിയിലെ സ്കൂളുകൾക്ക് നേരെയുണ്ടായ ഭീഷണി സന്ദേശത്തിൽ ബോംബ് നിർവീര്യമാക്കാൻ $30,000 ആവശ്യപ്പെട്ടതായി ഡൽഹി പോലീസ് പറഞ്ഞു. സ്കൂളുകളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ തിരികെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ്, ഡോഗ് സ്ക്വാഡ്, ബോംബ് ഡിറ്റക്ഷൻ ടീം, ലോക്കൽ പോലീസ് എന്നിവരടക്കം സ്കൂളിലെത്തി തിരച്ചിൽ നടത്തി. സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പിന്നീട് മറ്റു സ്കൂളുകളിലും ഇമെയിൽ സന്ദേശം എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. സന്ദേശം അയച്ചയാളുടെ IP അഡ്രസ് അടക്കം പരിശോധിക്കുകയാണ് പോലീസ്. GD ഗോയങ്ക സ്കൂളിൽ നിന്ന് 6:15 ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്ന് 7:06 ആദ്യ കോളുകൾ ലഭിച്ചതെന്ന് അഗ്നിരക്ഷാസേനാ സംഘം പറഞ്ഞു. അതേസമയം സ്കൂളുകളിലെ ബോംബ് ഭീഷണി രാഷ്ട്രീയ ആയുധമാക്കി ആം ആദ്മി പാർട്ടി. ഇത്രയും ക്രമസമാധാനമുള്ള സംസ്ഥാനമുണ്ടോ എന്നും അമിത് ഷാ മറുപടി പറയണമെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. തുടർച്ചയായ ബോംബ് ഭീഷണികൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന് AAP ആവശ്യപ്പെട്ടു. 2 മാസം മുമ്പ് ഡൽഹിയിലെയും ഹൈദരാബാദിലെയും CRPF സ്കൂളുകൾക്ക് നേരെയും ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഒക്ടോബർ 20 ഡൽഹി പ്രശാന്ത് വിഹാറിലെ CRPF സ്കൂളിന് സമീപം 2 സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് സ്കൂളിന്റെ മതിൽ തകർന്നിരുന്നു. ഒരാഴ്ച മുൻപാണ് രോഹിണിയിലെ വെങ്കിടേശ്വർ ഗ്ലോബൽ സ്കൂളിന് ഇമെയിൽ വഴി ബോംബ് ഭീഷണി വന്നത്. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആവശ്യമായ രേഖകൾ സർക്കാർ നൽകിയിട്ടില്ല. തുക ഇല്ലാത്തതിന്റെ പേരിൽ പുനരധിവാസം മുടങ്ങിയിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ 677 കോടി രൂപ കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 923.02 കോടി രൂപയുണ്ടായിട്ടും വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ പാളുകയാണ്. വയനാട് പുനരധിവാസത്തിനായി ജനങ്ങൾ നൽകിയതും സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ച് വഴി പിരിച്ചെടുത്തതുമായ 672.91 കോടി രൂപ നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ടെന്നാണ് കണക്ക്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്കായി 1200ഓളം വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ വീട് നിർമ്മിച്ചു നൽകാനായി ഇവർക്ക് ഭൂമി കണ്ടെത്തി നൽകുന്നതിലോ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിലോ സർക്കാർ പരാജയപ്പെട്ടതായാണ് വിമർശനം. SDRFന്റെ കണക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ജനങ്ങൾ സംഭാവന ചെയ്ത തുകയുടെ കണക്ക് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കണക്കില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന വിമർശനം. Sir, already you must have seen the High Court proceedings yesterday. The government has not submitted the required information. So how do you expect?
I have already said to you that Honorable Prime Minister has promised that there will be no constraint on funds as far as the rehabilitation is concerned. But without starting the rehabilitation work, utilizing the money which is already available, we keep asking for more funds, and with that too without submitting the necessary information. Even the Kerala High Court has said yesterday. I am not going to comment on that. I am not going to comment on that. But the only thing I know is, I read in the newspaper. I knew it earlier. I had told you, but even the Honorable High Court has said that they have not submitted the necessary information. 3 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹം റഷ്യയിൽ എത്തിച്ചേർന്നത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി ചർച്ച നടത്തും. കൂടാതെ റഷ്യൻ നിർമ്മിത സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS തുൽഷിന്റെ കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കുകയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ചർച്ച നടത്തുകയും ചെയ്യും. റഷ്യൻ അംബാസഡർ വിനയ് കുമാറും റഷ്യൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി അലക്സാണ്ടർ ഫോമിനും ചേർന്നാണ് രാജ്നാഥ് സിംഗിനെ സ്വീകരിച്ചത്. റഷ്യൻ നിർമ്മിത INS തുഷ്ലിന്റെ കമ്മീഷനിംഗ് ഇന്ന് കലിനിൻഗ്രാഡിലെ യന്ത്ര ഷിപ്പ്യാർഡിൽ നടക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ചടങ്ങിൽ രാജ്നാഥ് സിംഗിനെ അനുഗമിക്കും. സൈനിക വ്യവസായിക സഹകരണം ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം രാജ്നാഥ് സിംഗും ബൈലോസോവും അവലോകനം ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. നിലവിലുള്ള പ്രതിരോധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിന് പുറമെ ലോകത്തിലെ ഏറ്റവും നൂതനമായി കണക്കാക്കപ്പെടുന്ന റഷ്യൻ S-400 ട്രൈഫ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ശേഷിക്കുന്ന 2 യൂണിറ്റുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്കാകും ഊന്നൽ നൽകുക. 2018 ഇന്ത്യയും റഷ്യയും $5.43 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചതോടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 5 യൂണിറ്റുകൾ ഇന്ത്യ കരസ്ഥമാക്കിയിരുന്നു. ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് രാജ്നാഥ് സിംഗിന്റെ യാത്ര. അതിനിടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആദ്യം മേക്ക് ഇൻ ഇന്ത്യ നയങ്ങളെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത്. 15ാമത് VTB റഷ്യ കോളിംഗ് നിക്ഷേപക വേദിയിലായിരുന്നു പുടിൻ പ്രശംസിച്ചത്. വളർച്ചയ്ക്ക് സുസ്ഥിരമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഉപഭോക്തൃ സാമഗ്രികൾ, IT, ഹൈടെക്, കൃഷി തുടങ്ങിയ മേഖലകളിലെ പ്രാദേശിക റഷ്യൻ ഉൽപ്പാദകരുടെ വിജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു പുടിന്റെ പ്രസംഗം. വിപണിയിൽ നിന്ന് പുറത്തുപോയ പാശ്ചാത്യ ബ്രാൻഡുകൾക്ക് പകരമായി പുതിയ റഷ്യൻ ബ്രാൻഡുകൾ ഉയർന്നുവന്നതും പുടിൻ പ്രസംഗത്തിൽ പറഞ്ഞു. പോഷ് നിയമത്തിന്റെ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവരണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ലെങ്കിൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചാൽ പരിഗണിക്കാമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, മൻമോഹൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി. തൊഴിലിടത്തിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയുന്ന പോഷ് നിയമം നടപ്പാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മലയാളി അഭിഭാഷക യോഗമായ MG ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. റിട്ട് ഹർജിയിൽ കേന്ദ്ര സർക്കാരിനെയും 9 ദേശീയ പാർട്ടികളെയുമാണ് എതിർകക്ഷികളാക്കിയിരുന്നത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അധികാരമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതിനാൽ ആദ്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ലെങ്കിൽ ഹർജിയുമായി വീണ്ടും കോടതിയെ സമീപിക്കാൻ യോഗമായയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകി. രാഷ്ട്രീയ പാർട്ടികളിൽ പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമ പരാതികൾ പരിഗണിക്കാൻ ആഭ്യന്തര കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതില്ലെന്ന് കേരള ഹൈക്കോടതി നേരത്തെ വിധിച്ചിരുന്നു. ഈ വിധിക്കെതിരെ ആരും അപ്പീൽ നൽകിയിട്ടില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ അസംഘടിത മേഖലയിലും കരാർ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ഇടങ്ങളിലും ഇത്തരം പരാതികൾ ഉണ്ടാകുമ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. യോഗമായ്ക്കു വേണ്ടി സീനിയർ അഭിഭാഷക ശോഭ ഗുപ്ത, അഭിഭാഷകരായ ദീപക് പ്രകാശ്, ശ്രീറാം പാറക്കാട് എന്നിവർ ഹാജരായി. കാശ്മീരിനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന സംഘടനയുമായി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് BJP. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റാണ് സോണിയാഗാന്ധിയെന്നും BJP ആരോപിച്ചു.
കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന അമേരിക്കൻ കോടീശ്വരനായ ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന സംഘടനയാണ് FDLAP എന്നും BJP ആരോപിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലെ വിദേശ ശക്തികളുടെ സ്വാധീനമാണ് FDLAPയും സോണിയയുമായുള്ള ബന്ധത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് BJP MP നിഷികാന്ത് ദുബെ എക്സിൽ കുറിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ഈ വിഷയത്തിൽ 10 ചോദ്യങ്ങൾ ലോക്സഭയിൽ ചോദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന BJPയുടെ ആരോപണം US നിഷേധിച്ചതിന് പിന്നാലെയാണ് പുതിയ ആരോപണവുമായി BJP രംഗത്തെത്തിയത്. ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്ന ഓൺലൈൻ മാധ്യമവും ജോർജ് സോറോസും പ്രതിപക്ഷവുമായി കൈകോർത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത്. അദാനിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം OCCRP തത്സമയം സംപ്രേഷണം ചെയ്തു. അദാനിയെ വിമർശിക്കുന്നതിനായി രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നത് OCCRPയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണെന്നും ദുബെ കൂട്ടിച്ചേർത്തു. വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും അപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു. റവന്യൂ വകുപ്പിലെ ക്ലർക്കായാണ് ശ്രുതിക്ക് നിയമനം. റവന്യൂ വകുപ്പിലെ തപാൽ വിഭാഗത്തിലായിരിക്കും ശ്രുതി ജോലി ചെയ്യുക. സർക്കാർ ജോലിയുടെ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശ്രുതി ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് പ്രതികരിച്ചു. ശ്രുതിയുടെ താൽപര്യം കണക്കിലെടുത്താണ് വയനാട് കളക്ടറേറ്റിൽ നിയമനം നൽകിയത്. നിലവിൽ ചെയ്തിരുന്ന ജോലി തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ ജോലി ശ്രുതി ആഗ്രഹിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ശ്രുതിക്ക് ജോലി നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. എല്ലാവരോടും നന്ദിയുണ്ടെന്ന് ശ്രുതി മാധ്യമങ്ങളോട് പറഞ്ഞു. മുന്നോട്ടുള്ള ജീവിതത്തിന് കൈത്താങ്ങായതിൽ സന്തോഷമുണ്ട്. ഓരോരുത്തരെയും എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഒരുപോലെ സഹായിച്ചിട്ടുണ്ട്. മന്ത്രി K രാജൻ അഭിനന്ദനം അറിയിച്ചിരുന്നു. ശരീരത്തിന് വിശ്രമം പറഞ്ഞിട്ടുണ്ട്. അധിക ദൂരം നടക്കാൻ പാടില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജോലിക്ക് വരുമെന്നും ശ്രുതി പറഞ്ഞു. ചൂരൽമലയിലെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം പൂർത്തിയായി. കല്യാണൊരുക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത്. ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു. കുടുംബത്തിലെ 9 പേരാണ് അന്ന് ഒരുമിച്ച് മരണത്തിലേക്ക് ഒഴുകിപ്പോയത്. പിന്നാലെ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരൻ ജൻസണും മരിച്ചു. അപകടത്തിൽ 2 കാലം മുടിഞ്ഞ ശ്രുതി ഇപ്പോൾ കൽപ്പറ്റയിൽ ബന്ധുക്കളോടൊപ്പമാണ് കഴിയുന്നത്. അപകടത്തിലേറ്റ പരിക്കിൽ നിന്ന് പതിയെ കരകയറുകയാണ് ശ്രുതി. മാസങ്ങൾ നീളുന്ന വിശ്രമം കൊണ്ട് മാത്രമേ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ ശ്രുതിക്കാകൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലാഭവിഹിതമായി തിരികെ നൽകണമെന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനം വിവേചനപരമെന്ന് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. സംസ്ഥാനം സമ്മർദ്ദം ശക്തമാക്കും. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി ഇതുവരെ 1 രൂപ പോലും കേന്ദ്ര സർക്കാർ മുടക്കിയിട്ടില്ല എന്നും VN വാസവൻ കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന 817.80 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലാഭവിഹിതമായി തിരികെ നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. ഈ നിബന്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിന് മറുപടിയായാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ സംസ്ഥാനം വിഴിഞ്ഞത്തിനായി കൂടുതൽ പണം കണ്ടെത്തേണ്ട സാഹചര്യമാണ് നിലവിൽ വന്നത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ അനുവദിച്ചത് തിരിച്ചു നൽകേണ്ടെന്ന വ്യവസ്ഥയിലാണ്. ഇതേ പരിഗണന വിഴിഞ്ഞത്തിനും വേണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. എന്നാൽ തൂത്തുക്കുടിയെയും വിഴിഞ്ഞത്തെയും താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന് നിർമ്മല സീതാരാമൻ പറയുന്നു. തൂത്തുക്കുടി തുറമുഖം VOC പോർട്ട് അതോറിറ്റിയുടേതാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. 817.80 കോടി രൂപ VGFI വിഴിഞ്ഞത്തിന് നൽകാനാണ് കേന്ദ്രത്തിലെ ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്തത്. ഇത് നെറ്റ് പ്രസന്റ് വാല്യൂ അടിസ്ഥാനമാക്കി ലാഭവിഹിതമായി തിരിച്ചു നൽകണമെന്ന നിബന്ധനയാണ് കേന്ദ്രത്തിൻ്റേത്. ഇപ്പോൾ നൽകുന്ന 817.80 കോടി രൂപ 10,000 മുതൽ 12,000 കോടി വരെയായി ഉയർന്നേക്കാമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഇത് കേന്ദ്രം ചെറിയ പണം മുടക്കി വലിയ ലാഭം കൊയ്യുന്നതിന് സമാനമാണ്. ഇതുവരെ ഒരു പദ്ധതിയിലും കേന്ദ്രം VGF തിരികെ ചോദിച്ചിട്ടില്ലെന്നാണ് കേരളത്തിന്റെ നിലപാട്. 50 കോടി രൂപ ഇതിനകം കേന്ദ്രത്തിന് കിട്ടി.
ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വിഴിഞ്ഞത്ത് 70 കപ്പൽ വന്നുപോയി. ഇതിൽ 50 കോടി രൂപയ്ക്കു മുകളിൽ GST ആയി കേന്ദ്ര സർക്കാരിന് ലഭിച്ചുവെന്നാണ് കേരളത്തിന്റെ കണക്ക്. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയാൽ 1 വർഷത്തിനകം തന്നെ കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വിഹിതമായി ലഭിക്കും. എന്നിട്ടും VGF തിരികെ ചോദിക്കുന്നത് അന്യായമാണെന്നാണ് കേരളത്തിന്റെ നിലപാട്. കേന്ദ്രം അനുവദിക്കുന്നതിന് തുല്യമായ തുക കേരളവും VGF ആയി മുടക്കുന്നുണ്ട്. അതിനു പുറമെ 4777.14 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യത്തിനുമായി മുടക്കുന്നത്. നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷൻ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ കേന്ദ്രം തരേണ്ട VGF 817.80 കോടി രൂപയാണ്. ഇത് നമുക്ക് ഗ്രാൻഡായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട്. അത് ഗ്രാൻഡായി നൽകാനാവില്ല, ലോണായി മാത്രമേ അനുവദിക്കാൻ കഴിയൂ എന്ന് മാത്രമല്ല, അതിൻ്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ പറയുമ്പോൾ അവർക്ക് 20% ലാഭവിഹിതവും അവർ കൊടുക്കണം. അതോടൊപ്പം തന്നെ 12,000 കോടി രൂപയോളം തിരിച്ചടയ്ക്കേണ്ടതായി വരും എന്നുള്ളതാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ എംപവേർഡ് കമ്മിറ്റി ഈ VGF നമുക്ക് തരുന്നതിന് വേണ്ടി ശുപാർശ ചെയ്തിരുന്നതാണ്. അതിൽ പിന്നീടാണ് ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ലോണാക്കി മാത്രമേ പരിഗണിക്കൂ എന്ന രൂപത്തിൽ പറഞ്ഞു. അതും തിരിച്ചടവിന് പറയുന്നത് NBV ആണ്. അപ്പോൾ ആ തരത്തിൽ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ബാധ്യതയാണ് സൂചിപ്പിച്ച 12,000 കോടി രൂപയോളം വരാം എന്ന് സൂചിപ്പിച്ചത്. അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് കൊടുക്കുമ്പോൾ 1,140 കോടി രൂപ കൊടുത്തിട്ടുള്ളത് തികച്ചും ഗ്രാൻഡായി തന്നെയാണ്. അത് ലോണിൻ്റെ യാതൊരു ഉപാധിയുമില്ല. അപ്പം നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനാപരമായൊരു സമീപനം സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ ദേശീയ പ്രാധാന്യമുള്ളൊരു തുറമുഖമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധേയമായി. ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ തന്നെ 70 കപ്പലുകൾ വന്നു. 1,47,000 കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. അത് ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള ദക്ഷിണേഷ്യയിൽ ആദ്യം വന്ന ഷിപ്പ് ഉൾപ്പെടെ നിരവധി ഷിപ്പുകളാണ് വന്നുപോയത് എന്നുള്ളത് അഭിമാനകരമാണ്. ഇപ്പോൾ അതിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് IIT നമുക്ക് കൈമാറുകയും ചെയ്തു. കമ്മീഷൻ ഡേറ്റ് നമ്മൾ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ VGF തരേണ്ട സമയം കൃത്യമായി നമ്മൾ തരാതിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ഇതുപോലെ കത്തയക്കുകയും ആ കത്തിന് ഇപ്പോൾ ഇതുപോലുള്ള മറുപടി വരികയും ചെയ്തത്. ഇത് അങ്ങേയറ്റം നമ്മളോട് കാണിക്കുന്ന വിവേചനാപരമായൊരു സമീപനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് കേന്ദ്രം ഇത് തരേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നും സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇല്ല, കമ്മീഷനിങ്ങിൽ ഇതിനൊന്നും ബാധിക്കില്ല. കാരണം ഇപ്പോൾ പണി തീർന്നല്ലോ. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇപ്പം തന്നെ മദ്രാസ് IIT അവരുടെ ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ കർപ്പയ്യ എന്ന ടീം വന്നിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൈമാറി. അതോടുകൂടി നമുക്ക് കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വന്നു കഴിഞ്ഞു. അതിനിവർ തടസ്സം. അതോടൊപ്പം തന്നെ നമ്മുടെ 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം 2028 പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് നമ്മൾ സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ അതേസമയത്ത് നമുക്ക് അർഹതപ്പെട്ടതാണ് ഈ VGF. അത് തരാതിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ രംഗത്തുള്ള വിഷമകരമായ സാഹചര്യം. അല്ലെങ്കിൽ നമ്മളോട് വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.